സുധേ, നീ അറിയുന്നുണ്ടോ ഇതൊക്കെ? ഇത്രയും നാൾ സംഭവിച്ചിട്ടില്ലാത്തതൊക്കെയാ സംഭവിക്കുന്നത്. ഉള്ളിൽ സങ്കടം സഹിക്കാണ്ട് വരുമ്പോ നിന്നോടല്ലാതെ ഞാൻ ആരോടാ സുധേ പറയാ? പഴയതുപോലെ എല്ലാം ഉള്ളിൽ നോക്കി നടക്കാനുള്ള കരുത്തില്ല എനിക്ക്. നമ്മുടെ മോള്, അവൾ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിലായിരുന്നു. പോലീസും കോടതിയും എല്ലാം കൂടി പേടിയാകാം സുധേ എനിക്ക്. വിധി ഓരോന്നോരോന്നായി പരീക്ഷിക്കുക. ഇതിനിടയിൽ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു പിടിയും കിട്ടുന്നില്ല എനിക്ക്. വാദാസ്, അല്ല കല്യാണി എവിടെ? അവള് വീട്ടിലാണ് സർ. കൂടെ വിളിച്ചില്ല. ഒരർത്ഥത്തിൽ ദാസ് ഭാഗ്യവാനാ. അതുപോലൊരു മോളെ തന്നില്ലേ ദൈവം. 10 മാറ്റാടോ അവള്. കല്യാണിയെ പോലെ ഒരു മോള് മതി നമ്മുടെയൊക്കെ ജീവിതം ധന്യമാകാൻ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എണ്ണിയാ തീരത്തെ കടപ്പാടാ അവളോട്. ആദ്യം അവൾ എന്റെ ജീവൻ രക്ഷിച്ചു. ഇപ്പൊ ഈ കുടുംബത്തിന്റെ മാനവും. പോലീസ് സ്റ്റേഷൻ, കോടതി, കേസ്, അവളെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് റിസ്കുകൾ ഏറ്റെടുത്തത്. ആനന്ദിനെ ജയിലിൽ പോകാതെ തടഞ്ഞതുൾപ്പെടെ. അവളോട് എന്നും ഈ തൃച്ചംബരത്തുള്ളവർക്ക് നന്ദിയും കടപ്പാടും ഉണ്ടാവും. എന്തിനാ സർ ഇങ്ങനെയൊക്കെ? ഈ കുടുംബത്തിന് വേണ്ടി ഞാനും എന്റെ മക്കളും ജീവൻ കളയാൻ വരെ തയ്യാറാ. പക്ഷേ എന്താ ദാസേട്ടാ ഒരു പക്ഷേ? മുഖം കണ്ടിട്ട് എന്തോ ഗൗരവമുള്ള കാര്യം പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. അത് എന്തിനാ ദാസേട്ടാ മടിക്കുന്നത്? എന്താണെങ്കിലും പറഞ്ഞോളൂ. നിങ്ങളിപ്പോ ഞങ്ങൾക്ക് അന്യരല്ലല്ലോ. കൃഷ്ണേട്ടനിപ്പോ പറഞ്ഞതല്ലേ കാര്യങ്ങൾ. ഇയാൾ എന്തിനാ ഇങ്ങനെ പറയാൻ മടിച്ചു നിൽക്കുന്നത്? ചെയ്ത കാര്യങ്ങൾക്ക് ഇനി വല്ല പ്രത്യുപകാരവും ചോദിക്കാൻ വന്നതായിരിക്കോ? ഒരു കാര്യമില്ലാതെ ഇങ്ങനെ മുന്നിൽ വരാറില്ലല്ലോ. ദൈവമേ, സംഗതി അടപാടും മറിച്ചിടുവോ ഇയാളിനി? അത് പറയുമ്പോ മാഡം വേറൊന്നും തെറ്റിദ്ധരിക്കരുത് സാറ്. ഇതത് തന്നെ. പോലീസ് സ്റ്റേഷനിലും കോടതിയിലൊക്കെ ഇറങ്ങി കയറി നടന്ന പെണ്ണിന് വേറൊരു കല്യാണം നടക്കില്ലെന്നും അതുകൊണ്ട് ആനന്ദുമായിട്ട് കല്യാണം നടത്തി തരണമെന്ന് പറയാനുള്ള വരവാ. ദൈവമേ, അഖിലെങ്ങാനും ഈ അവസ്ഥയിൽ സമ്മതം പറഞ്ഞ അതോടെ എല്ലാം തീർന്നു. എല്ലാം. ദാസേട്ടൻ എന്താ നിർത്തിയത്? എന്താണെങ്കിലും പറഞ്ഞോളൂ, ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അത് കല്യാണി ഇന്നു മുതൽ ഇവിടെ ജോലിക്ക് വരുന്നില്ല മാഡം. അവളവിടെ ജോലി ചെയ്താൽ ശരിയാവില്ല. അത്രയുള്ളൂ? എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. എന്താ ദാസേ പറയുന്നത്? എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം തോന്നാൻ കാരണം? അത് മനസ്സിലായില്ലേ? ആനന്ദിന് പകരം കല്യാണി പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ കയറി ഇറങ്ങിയത് ദാസേട്ടൻ സാറിന് ഇഷ്ടപ്പെട്ടില്ല. അത് തന്നെ കാരണം, അല്ലാതെന്താ? അയ്യോ, അതൊന്നുമല്ല മാഡം. ദേവി ഇതങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. തെറ്റിദ്ധരിക്കും. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങനൊരു തീരുമാനം തോന്നാൻ? വിലാസിനെ. ശരി ശരി, ഞാനൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ എനിക്കിവിടെ അഭിപ്രായം പാടില്ലെന്നാണല്ലോ അലിഖിത നിയമം. ഷട്ട് അപ്പ്. കുറച്ചു നേരമായി അവള് ബ്ലാ 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 എന്ന് പറഞ്ഞു വെറുതെ.
ഇത് മാഡത്തിന്റെ തീരുമാനമല്ല, എന്റെ തീരുമാനം. ഇനി നീ അവിടെ ജോലിക്ക് പോകണ്ടെന്ന്. അച്ഛനിത് എന്തു പറ്റി? പെട്ടെന്ന് എന്താ ഇങ്ങനൊരു തീരുമാനം? നിന്റെ ഭാവി ഓർത്തിട്ട് ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി. ഇനി മുതൽ നീ ജോലിക്ക് പോകണ്ട, ഈ വീട്ടിലിരുന്നാ മതി. മനസ്സിലായോ? മനസ്സിലാവാത്തത് കൊണ്ടല്ല, പക്ഷേ എല്ലാത്തിനും ഒരു കാര്യവും കാരണവും വേണ്ടേ? പെട്ടെന്നെന്താ അച്ഛൻ ഇങ്ങനെ തോന്നാൻ കാരണം? അതച്ഛൻ പറഞ്ഞില്ലല്ലോ. പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. യാതൊരു അതിരു നിയന്ത്രണവും ഇല്ലാതെയാ നീ ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു കൂസലും ഇല്ലാതെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും വരെ കയറിയിരിക്കുന്നു. നിന്റെ മനസ്സിലിരിപ്പ് ശരിയല്ല. കയറൂരിവിട്ട ഈ പോക്ക് നിന്നെ ദുരന്തത്തിലേക്ക് കൊണ്ടെത്തിക്കും. പ്രായത്തിന്റെ അപക്വത കൊണ്ടുള്ള ഈ എടുത്തിയാട്ടം ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. ഇതിലിനി നീ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കണമെന്നില്ല. ഞാൻ തീരുമാനിച്ചതാ. ശരി, അച്ഛന്റെ ഈ തീരുമാനം മാഡം കൂടി അറിഞ്ഞിട്ടാണെന്ന് അറിഞ്ഞാൽ മതി എനിക്ക്. എന്തിന്? ഏതായാലും പകലീ കാര്യം ഞാൻ മാഡത്തോട് പറഞ്ഞിരുന്നു. ആദ്യം എതിർത്തെങ്കിലും മാഡം ഒരു ദിവസം ആലോചിക്കാൻ എനിക്ക് സമയം തന്നിരിക്കുക. മാഡം സമ്മതിക്കും. അവർക്കറിയാം ഞാൻ നിന്റെ അച്ഛനാണെന്ന്. അച്ഛന്റെ അവകാശം ഈ ലോകത്തൊരു മാഡത്തിനുമില്ല. കല്യാണി, കല്യാണി, അച്ഛന് വിശപ്പില്ല, നീ പോയി ആഹാരം കഴിക്കും. ചെല്. എന്താ വലിയ കല്യാണി, എനിക്കൊരു പുതിന ടീ വേണം. ഞാൻ കുറച്ചു നേരം കൂടി ഗാർഡനിലുണ്ടാവും, അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. വലിയ കുഞ്ഞിന് ഒരു പുതിന ടീ വേണമെന്ന് പറഞ്ഞു. കൊടുക്ക്. ഇത് അവസാനമല്ലേ? വലിയ കുഞ്ഞിന് വേണ്ടി നാളെ മുതൽ നിനക്ക് അടുക്കള തുറക്കേണ്ടി വരില്ല. ചെല്. എനിക്ക് അമ്മയോടും അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. വെരി ഇമ്പോർട്ടന്റോ? അത്ര ഗൗരവത്തോടെ എന്തായിരിക്കും ഇവൻ പറയാൻ പോകുന്നത്? ഇമ്പോർട്ടന്റ് ആണെങ്കിലും സില്ലി ആണെങ്കിലും ഒരു പ്രോബ്ലം ഇല്ല. നീ പറഞ്ഞു ആനന്ദേ. അതെ, നീ എന്താ എത്ര മുഖവരേഖ പറയുന്നത്? അത് അച്ഛാ, പിന്നെ അതെന്താണെന്ന് വെച്ചാ, ഇവൻ എന്തിനാ ഇത്ര അറയ്ക്കുന്നത്? ഇവന്റെ സങ്കോചം കണ്ട മൊത്തത്തിൽ കുഴപ്പം പിടിച്ച ഏതോ കാര്യമാണെന്ന് തോന്നുന്നല്ലോ. പറയ്. സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അറയ്ക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാ? മടിക്കാതെ പറഞ്ഞോളൂ ആനന്ദ്. നീ എന്തിനാ മടിക്കുന്ന ആനന്ദേ? അച്ഛന്റെയും അമ്മയുടെയും ഇളയമ്മയുടെയും മുന്നിലല്ലേ? നിന്റെ മനസ്സിൽ എന്താന്ന് വെച്ചാ പറ, ഞങ്ങൾ കേൾക്കാൻ റെഡിയാ. അതമ്മേ, എനിക്ക് പറയാനുള്ളത് കല്യാണിയെ കുറിച്ചാണ്. ശരി ശരി, കല്യാണിയെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലും ആപത്ത് വന്നാൽ കല്യാണി സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ ഇറങ്ങി തിരിക്കാറുണ്ട്. ഇപ്പൊ ഈ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ കേസിലും നമ്മൾ ആരെയും പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ കയറ്റാതെ എല്ലാം അവൾ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെയുള്ള അവൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം അമ്മേ, പ്രത്യേകിച്ച് ഞാൻ. എനിക്ക് അതിന്റെ ഒരു കടപ്പാടും നന്ദിയുണ്ട്. എക്സാക്ട്ലി, നീ പറഞ്ഞതെല്ലാം കറക്റ്റ് ആണ്. കുടുംബത്തിലുള്ള ബന്ധുക്കൾ പോലും ചെയ്യാത്ത കാര്യങ്ങളാ കല്യാണി ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തതും ചെയ്യുന്നതും. അവൾക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതിന് എന്തു വേണമെന്ന് നീ തന്നെ പറഞ്ഞോളൂ. നിന്റെ അച്ഛനും ഞാനും നിറഞ്ഞ മനസ്സോടെ സമ്മതിക്കും. ഓഹോ, സമ്മതിക്കോ? അപ്പൊ ഇവൻ അവളെ കെട്ടണോന്ന് പറഞ്ഞാലോ? എന്റെ ദേവി, അങ്ങനെ ഒരു ദുരന്തം ഒന്നും ഉണ്ടാക്കല്ലേ.
ഐ മീൻ ഇറ്റ്, ട്രസ്റ്റ് മീ. ഓക്കെ ഫൈൻ. ഈ 48 മണിക്കൂറിനുള്ളിൽ ഞാൻ എൻ്റെ ഇഷ്ടം കല്യാണിയെ അറിയിക്കും. ദിസ് ഇസ് ഫൈനൽ. ഇനി മാറ്റമില്ല. വെരി ഗുഡ്. ഇത്തവണ മിസ് ചെയ്തേക്കരുത്. ഓൾ ദി വെരി ബെസ്റ്റ്. കല്യാണി, ശരി ശരി, തിരിച്ചു വിളിച്ചിട്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മതി. കല്യാണി, ഞാൻ നിന്നെ കാത്തു നിൽക്കായിരുന്നു. എന്നിട്ടും നീ എന്താ എന്നെ ശ്രദ്ധിക്കാതെ പോയത്? അല്ല, ഞാനിവിടെ നിന്നതുകൊണ്ടാണോ നീ ഫ്രണ്ടിൽ കൂടെ പോവാതെ ബാക്കിൽ കൂടെ പോകാൻ നോക്കുന്നത്? ഏയ്, അങ്ങനെയൊന്നുമില്ല. ജോലിക്ക് കയറാൻ വൈകി, അതാ തിരക്കിനിടയിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത. സോറി കല്യാണി, അടുക്കളപ്പണി മാത്രമല്ല എന്നെ ശ്രദ്ധിക്കേണ്ടത് നിന്റെ ഡ്യൂട്ടിയാണ്. അവിടെ എന്താ രാവിലെ ഒരു സ്വകാര്യം പറച്ചില്? നേരം വെളുക്കും മുമ്പ് ഇവനും ഇവക്കും ഒന്നും ഒരു പണിയും ഇല്ലേ? ശരി വലിയുഞ്ഞെ, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. കിച്ചണിലെ ജോലിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. നീ ഇപ്പൊ എന്റെ കൂടെ വരണം. നമുക്കൊന്ന് പുറത്തു പോകാനുണ്ട്. ചേടാ, ഇതെന്തോ സീരിയസ് സംഭവമാണല്ലോ. പുറത്തു പോവാനോ? എവിടെയാ വലിയുഞ്ഞെ? അതറിയാൻ എന്താ ഇത്ര വലിയ ടെൻഷൻ? ഞാൻ വിളിച്ചാ വരാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇവരിത് എന്തുദ്ദേശിച്ച അവളെ വിടാതെ പിടിച്ചു നിർത്തിയിരിക്കുന്നെ? എന്തായിരിക്കും രണ്ടും കൂടി സംസാരിക്കുന്നെ? ഒന്നവിടെ ചെന്ന് കേട്ടാലോ? അത് വേണ്ട, ചിലപ്പോ പ്രശ്നാവും. ഏതായാലും ഇതിന്റെ അവസാനം എന്തായാലും കണ്ടേ പറ്റൂ. വെയിറ്റ് ചെയ്യാം. എന്താ സംഭവം അറിയണം. ഇപ്പൊ എനിക്ക് പോകാനുള്ളത് അമ്പലത്തിലേക്ക്. അമ്പലത്തിലേക്കോ? അതെ, അമ്പലത്തിലേക്ക്. വലിയുഞ്ഞ അമ്പലത്തിൽ പോകുന്നതിന് ഞാനെന്തിനാ കൂടെ വരണേ? അതുമല്ല, ഇന്നെന്താ ഇത്ര വിശേഷം? കല്യാണി, നിനക്കെന്താ ഞാൻ പറയുന്നത് മനസ്സിലാവാത്തത്? എനിക്ക് കാരണമില്ലാതെ ഉള്ളിൽ എന്തോ ഒരു ടെൻഷൻ വരുമ്പോൾ ദേവിയോട് പ്രാർത്ഥിച്ചാൽ മാറുമെന്ന് നീയല്ലേ പറഞ്ഞത്? അപ്പോ ഞാൻ കരുതി അതിന് ഞാനെന്തിനാ വലിയുഞ്ഞെ? സ്വയം പോയങ്ങ് പ്രാർത്ഥിച്ചാ പോരെ? ഞാൻ വരുന്നില്ല. വലിയുഞ്ഞ ഒറ്റയ്ക്ക് പോയിട്ട് വാ. അത് പറ്റില്ല. ഞാൻ രാവിലെ തന്നെ ഉറപ്പിച്ചതാ, നീയും കൂടെ വന്നേ പറ്റൂ. പറ്റില്ലെന്ന് പറയരുത്. പോയിട്ട് പെട്ടെന്ന് വരാം പ്ലീസ്. എന്തുപറ്റി കല്യാണി? എന്തിനാ എന്റെ കൂടെ വരാൻ ഇത്ര ആലോചന? നീ ഇതിനു മുമ്പ് ഇങ്ങനെ പെരുമാറിയിട്ടില്ലല്ലോ. അതല്ല വലിയുഞ്ഞെ, ഒരുപാട് ജോലി ഉണ്ടല്ലോ എന്ന് ആലോചിച്ചതാ. ഒരു ജോലിയില്ല. നമ്മളിപ്പോ പോയിട്ട് പെട്ടെന്ന് മടങ്ങി വരുന്നു. കല്യാണി, എതിരൊന്നും പറയരുത്. നീ വരണം, വന്നേ പറ്റൂ. ശരി, പോയിട്ട് വരാം. എന്റെ ദൈവമേ, ഇവനിത് എന്തുദ്ദേശിച്ചാ അവളെയും കാറിൽ കയറ്റി പട്ടാപ്പകൽ ഇവിടുന്ന് പോവാന്ന് വെച്ചാ? അത് കല്യാണി, എനിക്ക് എപ്പോഴും ഇങ്ങനെ ആ കാര്യം സംസാരിക്കുമ്പോൾ മാത്രം എന്തെങ്കിലും തടസ്സം കയറി വരും. ബ്ലഡി ഹെൽ. ചേച്ചി പറഞ്ഞത് പകുതി ശരിയാ. ഞാനൊരു കംപ്ലൈന്റും കൊണ്ട് തന്നെ വന്നിരിക്കുന്നത്. പക്ഷേ ഇത്തവണത്തെ കംപ്ലൈന്റ് സ്റ്റാഫുകളുടെ പേരിലോ കല്യാണിയുടെ പേരിലോ ഒന്നും അല്ല, മറ്റൊരാളുടെ പേരിലാ. ഒരു VIP-യുടെ. VIP-യോ? ആ, തൃച്ചംബരത്ത് ആനന്ദിന്റെ പേരിലുള്ളതാ ഇന്നത്തെ കംപ്ലൈന്റ്. വിലാസിനെ, സോറി ചേച്ചി, ഇനി എന്നെ അടിച്ചാലും കൊന്നാലും ശരി, ആനന്ദ് കാണിച്ച തെറ്റെന്ന് തന്നെ ഞാൻ പറയും.
കല്യാണിയായിട്ടോ? എവിടെ പോയതാ അവര്? എനിക്കെങ്ങനെ അറിയാം? ഏതായാലും രണ്ടും കൂടി കാറി കയറി പോകുന്നത് ഞാൻ കണ്ടു. ഞാനത് അഖിലാണ്ടേശ്വരിയോട് പറഞ്ഞ് ടെൻഷൻ അടുപ്പിച്ച് ഒരു പരുവമാക്കി വെച്ചിട്ടുണ്ട്. അഖിലാണ്ടേശ്വരി ഭ്രാന്തെടുത്ത് മൊബൈലും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഓ അത് ശരി. അപ്പോ അവളും അവനും വീണ്ടും കറക്കം തുടങ്ങിയല്ലേ? സാരമില്ല, വഴിയിലിട്ട് തന്നെ ഞാൻ പിടിച്ചോളാം. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എന്നെ ജയിലഴിക്കുള്ളിലാക്കിയവരോട് പകരം വീട്ടാനാ ഞാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. തൽക്കാലം ആന്റി ഫോൺ വെച്ചോ. ഞാനിപ്പോ അമ്പലത്തിൽ നിൽക്കുക ശത്രു സംഹാര പൂജ നടത്താൻ. ഞാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വിളിച്ചോളാം. ഓ ശരി ശരി, ഓൾ ദി ബെസ്റ്റ്. ശിവന്റെയും ശക്തിയുടെയും ചൈതന്യം കുടികൊള്ളുന്ന ദേവിയല്ലേ? മനസ്സുരുക്കി പ്രാർത്ഥിച്ച എന്താഗ്രഹവും ദേവി നടത്തിത്തരുമെന്നാ പറയാറ്. കല്യാണി മനസ്സിലെന്തെങ്കിലും ആഗ്രഹം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ദേവിയോട് പ്രാർത്ഥിച്ചോ, ദേവി നടത്തിത്തരും. വാ, കാല് കഴുകിയിട്ടാണ് അകത്ത് കയറാൻ. വരൂ. പ്രിയങ്ക വർമ്മ, അനിഴം നക്ഷത്രം, ശത്രു സംഹാര പൂജ. എന്തു പറ്റി കല്യാണി? സൂക്ഷിച്ചൊക്കെ നടക്കണ്ടേ കല്യാണി? സാരമില്ല, വാ അതേ കയറാം. വീണതിലല്ല വല്ലുകുഞ്ഞെ, വളകളൊക്കെ പൊട്ടിപ്പോയില്ലേ? എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നത് പോലൊരു തോന്നല്. ദേവി, എന്താ പറ്റിയെന്ന് മനസ്സിലാവണില്ലല്ലോ. അപ്പൊ രണ്ടെണ്ണം കൂടി കാറി കയറി പുറപ്പെട്ടു എന്ന് പറഞ്ഞത് ഇവിടെ വന്ന് ശൃംഗരിക്കാനായിരുന്നല്ലേ? ഛേ, അടുക്കള കാര്യം കൊണ്ട് വന്നിരിക്കുന്ന ഒരുത്തൻ. കഷ്ടം. ഏയ് കല്യാണി, എന്താ ഇത്? ദേവിയോട് മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ തീരാവുന്ന സങ്കടങ്ങളല്ലേ ഉള്ളൂ. അതല്ല വല്യുകുഞ്ഞെ, അമ്പലത്തിൽ വെച്ച് വളകൾ ഒടയാൻ പാടില്ലെന്നാ പറയണേ. വലിയ ദോഷം അത്രേ. ആലോചിച്ചിട്ട് എനിക്കങ്ങോട്ട്. ഏയ് അങ്ങനെയൊന്നുമില്ല, വളയൊക്കെ നമുക്ക് വാങ്ങാന്നേ. നീ വാ, ആദ്യം തൊഴാൻ നമുക്ക്. കമോൺ. ഇഷ്ടായോ കല്യാണിക്ക്? ഈ 2 സെറ്റും കൂടി എത്രയായി? 60 രൂപ. ആ, പേഴ്സ് എവിടെ പോയി? എന്ത് പറ്റി വല്യുകുഞ്ഞെ? ഏയ് ഒന്നുമില്ല കല്യാണി. ഏതായാലും കല്യാണിക്ക് ആ വളകൾ വാങ്ങിക്കൊടുത്തേ പറ്റൂ. ശരി, നോക്കിക്കളെ.
കല്യാണി ദാ വള ഇപ്പൊ തന്നെ ഇട്ടേക്ക് കല്യാണി. ആ കയ്യിലിടുമ്പോഴാ ഇതിന് ഭംഗി. ഇങ്ങിതാ ഞാൻ സഹായിക്കാം. ഇപ്പൊ കാണിച്ചു തരാം. ആ പതുക്കെ. ഇതൊരു ടൈം ബോംബാടി. നിന്റെ അവസാനം കാണിക്കുന്ന ടൈം ബോംബ്. ഞാനിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ പിന്നെ നീ അവിടെ തൃച്ചംബരത്ത് കാല് വെക്കുമ്പോ തന്നെ അത് പൊട്ടിത്തെറിക്കും. പിന്നെ നിന്റെ ശവം അടക്ക. ചേച്ചി ഞാനും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ചേച്ചി ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. വീണ്ടും അവള് വിളിക്കുന്നു. ദൈവമേ, ഇവൾ എന്നെ കൊലയ്ക്ക് കൊടുത്തിട്ട് അടങ്ങുമെന്നാ തോന്നുന്നത്. ഹലോ ആന്റി. പ്രിയങ്ക പറ. ഇവിടെ അഖിലാണ്ടേശ്വരി ആനന്ദിനെ ഫോണിൽ വിളിച്ച് കിട്ടാത്തതുകൊണ്ട് ആലിളകി നടക്കുക. ഇപ്പൊ ആളിനെ മുന്നിൽ കിട്ടിയ ചവിട്ടി മണ്ണിൽ താഴ്ത്തുന്ന മട്ടുണ്ട്. ഓഹോ, അങ്ങനെയാണെങ്കിൽ ആ ഹാലിളക്കം കൂട്ടാനും ചവിട്ടുമ്പോൾ പാതാളത്തിൽ താഴ്ത്താനും പറ്റുന്ന ഒരു മരുന്ന് തന്നാൽ എങ്ങനെയിരിക്കും? മരുന്നോ? നീ എന്തൊക്കെയാ പറയുന്നേ? എന്താ നിന്റെ മനസ്സില്? പറയാം. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ അരുമ സന്തതി ആനന്ദ് കൃഷ്ണനും അടുക്കളക്കാരി കല്യാണിയും തമ്മിലുള്ള പ്രണയചേഷ്ടകളുടെ ഒരു വീഡിയോ കണ്ട അഖിലാണ്ടേശ്വരിയുടെ റിയാക്ഷൻ എന്തായിരിക്കും? ഹാലിളക്കം കൂടുമോ അതോ കൂടില്ലയോ? ആന്റിക്ക് എന്താ അഭിപ്രായം? വീഡിയോയോ? അതെ, വീഡിയോ. അതാ ഞാനിപ്പം മരുന്നെന്ന് പറഞ്ഞത്. ആന്റി വാട്സാപ്പ് ഓണാക്കിക്കോ. സംഗതി ഇപ്പൊ അങ്ങെത്തും. വിത്തിൻ സെക്കൻഡ്സ്. ശരി ശരി ശരി, വീഡിയോ എങ്കിൽ വീഡിയോ വേഗാവട്ടെ. അത് വെച്ച അടുക്കളക്കാരിയുടെ 16 അടിയന്തരം നടത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വെരി ഗുഡ്. പക്ഷേ വാക്കിലൂടെ അല്ല, പ്രവൃത്തിയിലൂടെ വേണം കാണിക്കാൻ. ഞാൻ വീഡിയോ അയക്കുക. ശരി. നീ എന്താ പറയുന്നെന്ന് വെച്ചാ തെളിച്ചു പറഞ്ഞിട്ട് പോ. വെറുതെ എന്റെ പ്രഷർ കൂട്ടാതെ. അതെ, പറയാം ചേച്ചി, പറയാം. ചേച്ചി ഇവിടെ ആനന്ദിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന ടെൻഷനിൽ ഉരുകി നിൽക്കുകയല്ലേ. ആ സമയത്ത് അവൻ അവിടെ എന്താ ചെയ്യുന്നതെന്ന് ചേച്ചിക്ക് അറിയോ? കണ്ടു നോക്ക്. എനിക്കിപ്പോ ഒരു വഴിപോക്കൻ അയച്ചു തന്ന വീഡിയോയാ. അയ്യോ ചേച്ചി ഇത് കാണണം. ഇത് കാണുമ്പോ ചേച്ചിക്ക് മനസ്സിലാവും ഞാൻ എന്തിനാ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നേന്ന്. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. ഈ കുടുംബത്തിന് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ. എന്നാലും ഇത്രയ്ക്കൊക്കെ പയ്യന്മാര് വഴിപിഴച്ചു പോവോ? അയ്യോ, കഷ്ടം തന്നെ. കാണു. അയ്യോ, മാഡം എന്തു പറഞ്ഞു? ഒന്നുമില്ല. പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു.
നമ്മുടെ TGK മേനോനില്ലേ, കക്ഷിക്ക് US ഗ്രീൻ കാർഡ് ശരിയായി. അതിന്റെ ഒരു ത്രില്ലാണ് പുള്ളി. ചെറിയൊരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിന്ന് വൈകിട്ട് ക്ലബിലോട്ടൊന്ന് പോയാലോ? എന്തു പറയുന്നു? അഖിലേ, എന്തു പറ്റി നിനക്ക്? നീ ആകെ അപ്സെറ്റ് ആണല്ലോ. എന്താ പ്രശ്നം? കൊള്ളാം. ശിവരാമേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നേ? ചേച്ചി ആകെ തളർന്നു നിൽക്കുകയല്ലേ? ആനന്ദ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആരെങ്കിലും കരുതിയതാണോ? അത്രയ്ക്ക് വലിയ ചതിയല്ലേ അവൻ ഈ കുടുംബത്തോട് ചെയ്തത്? വിലാസിനെ നീ എന്തായി പറയുന്നത്? ആനന്ദ് എങ്ങനെ എന്ത് ചെയ്തെന്ന്? അഖിലെ എത്രത്തോളം ടെൻഷൻ അടുപ്പിക്കുന്നുവെന്നും ആനന്ദ് ചെയ്യാൻ വഴിയില്ല. എന്താ അഖിലെ, എന്താ അവിടെ സംഭവിച്ചത്? അതെ ശിവരാമേട്ട, ഞാൻ പറയാം. ചേച്ചിക്ക് അത് പറയാൻ നാവ് പൊങ്ങില്ല. അത്രയ്ക്ക് നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിന് ചേരാത്ത കാര്യമാണ്. വാടിവിടെ. ഫോണിലൂടെ എത്തിയ ചില ദൃശ്യങ്ങൾ കണ്ടതിന്റെ സന്തോഷത്തിലാ ഞങ്ങള്. സ്വന്തം അന്തസ്സും അഭിമാനവും പദവിയും ഒക്കെ കാറ്റിൽ പറത്തി വെറുമൊരു അടുക്കളക്കാരിക്ക് വളയിട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് തരംതാണോ നീ? അതും പബ്ലിക്കായിട്ട്. നിന്നെ ഞാൻ മാപ്പ്. എന്നോട് ക്ഷമിക്കണം. സത്യം എന്താണെന്ന് അറിയാതെ വല്യ കുഞ്ഞിനെ അടിച്ച നടന്ന സത്യം അറിയുമ്പോ വല്യ കുഞ്ഞിനെ അടിച്ചു പോയില്ലോന്നോർത്ത് ഈ മനസ്സ് സങ്കടപ്പെടാതിരിക്കാനാ അറിയാതെ ഞാനിങ്ങനെ ചെയ്തു പോയത്. ചെയ്ത തെറ്റിന് എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാ. ചേച്ചിയുടെ കൈ കയറി പിടിച്ചിട്ട് അഭിനയിക്കുന്നോടി മൂദേവി. നിന്നെ ഞാൻ വിലാസിനെ കൈയെടുക്ക. ചേച്ചി കൈയെടുക്കാൻ പറഞ്ഞില്ലേ? എന്താ നടന്നത് പറ. സത്യം എനിക്കറിയണം. ആനന്ദ് പറ, എന്താ നടന്നതെന്ന്. നിനക്കെന്താ അമ്പലത്തിൽ പോവാൻ വഴി അറിഞ്ഞൂടെ? കല്യാണി കൂടെ എന്തിനാ കൂട്ടി വിളിച്ചത്? അതച്ചാ, ആ ആൽബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്യാൻ അമ്മ പറഞ്ഞില്ലേ? അങ്ങനെ ഒരു കുട്ടിയെ ഞാൻ സെലക്ട് ചെയ്താ ആ കല്യാണം നടക്കോ ഇല്ലേന്നറിയാൻ പൂവിട്ട് നോക്കാൻ പോയതാ. വട്ടത്തിൽ പൂവിട്ട് നോക്കാൻ എനിക്ക് അറിയാത്തതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള കല്യാണിയും കുട്ടി പോവാന്ന് കരുതി. ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാ കല്യാണി കൂടെ വന്നത്, അല്ലാതെ സ്വയമല്ല. ശരി, എന്നിട്ട് വട്ടത്തിൽ പൂവിട്ട് നോക്കിയോ? ഇല്ലമ്മേ, അതിനു മുമ്പ് അമ്മയുടെ ഫോൺ വന്നു, അതാ തിരികെ വന്നത്. ഓ ഐ സീ. കണ്ടില്ലേ അഖിലേ, ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിനാ നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചത്. ഈ വിലാസിനെ ഒരു നിസ്സാര സംഭവത്തെ ഊതി കത്തിച്ചതാ. അയ്യോ ചേച്ചി, ഞാൻ വിശദീകരണം വേണ്ട, നിനക്ക് പോവാം.